ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന ആളാണോ നിങ്ങൾ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. കാരണം വേറൊന്നുമില്ല, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിലവിൽ വന്നിട്ട് PM E-Drive സബ്സിഡി സ്കീമാണ് നടക്കുന്നത്. അത് പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 10,000 രൂപയാണ് സബ്സിഡി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 10,000 രൂപ കിട്ടത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് വണ്ടി എല്ലാത്തിനും റേറ്റ് കൂടും. അപ്പോൾ നാച്ചുറലി റൈസേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് TVSന്റെ ഭാഗത്ത് നിന്ന് പ്രൈസ് എന്താണെന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ള കമ്പനീസ് റിവൈസ് ചെയ്തിട്ടില്ല പ്രൈസ്, പക്ഷേ TVS പ്രൈസ് റിവൈസ് ചെയ്തിട്ട് അവിടെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് 5 വേരിയൻ്റ് അവർക്കുള്ളത്. അത് 3 മോഡലിൽ 5 വേരിയൻസ് ഉണ്ട്. 5 വേരിയൻ്റ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രൈസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് കേൾക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇടുവാം. TVS ഉള്ള കമ്പനിയെ കുറിച്ച് നമ്മൾ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വേറെ ഒന്നുമില്ല, സാധാരണക്കാരൻ ഒരു പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇലക്ട്രിക്കിൽ മാറുമ്പോൾ അധികം ചേഞ്ചസ് ഒന്നും വരാത്തൊരു ഡിസൈൻ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ TVSന്റെ IQ ആണ് മുന്നിൽ നിൽക്കാറുള്ളത്. അവിടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി വരുന്നത് 3 മോഡൽ ഓപ്ഷൻസിലാണ് TVSനുള്ളൂ. പക്ഷേ അവിടെ പോർട്ട്ഫോളിയോയിൽ വളരെ കുറച്ച് വരുന്നത്, അതായത് 3 മോഡൽസേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ധാരാളം ബുക്കിംഗ്സ് ആണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാ മാസം സെയിൽസ് റിപ്പോർട്ട് നോക്കുമ്പോൾ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 ലിസ്റ്റിൽ എപ്പോഴും TVSന്റെ വണ്ടി നിൽക്കാറുണ്ട്. ഈ വണ്ടി വന്ന് 3 മോഡൽ ഓപ്ഷൻസ് ഞാൻ പൗളിൽ പറഞ്ഞു. അതിൽ ബേസ് വേരിയൻ്റ് ഉണ്ട്, അതിൽ 2 വേരിയൻ്റ് വരുന്നുണ്ട്. അതുകൂടെ മിഡിൽ വേരിയൻ്റ് ഉണ്ട്, S എന്ന് പറഞ്ഞ വേരിയൻറ്റ്, അതിലൊരു സിംഗിൾ മോഡലും. അതിനുശേഷം ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ഉണ്ട്, ST എന്നുള്ള വേരിയൻ്റ് ഉണ്ട്. അതിൽ 2 വേരിയൻ്റാണ് ഉള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ PM E-Drive സ്കീം പ്രകാരം നമുക്ക് 10,000 രൂപ സബ്സിഡി ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൽ റിവിഷൻ വന്നിരിക്കുകയാണ്. ഇനി മുതൽ, അതായത് ഏപ്രിൽ 1 മുതൽ റിവിഷൻ വരികയാണ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് 5,000 രൂപ മാക്സിമം കിട്ടുള്ളൂ. അതായത് 1 കിലോ വാട്ട് വന്നിട്ട് 2,500 രൂപയാണ് കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. അതിൽ മാക്സിമം നമുക്ക് 5,000 രൂപ ഓഫ് കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ വണ്ടിയുടെ എല്ലാത്തിൻ്റെ പ്രൈസ് റിവൈസ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ TVS iQവിൻ്റെ ബേസ് മോഡലാണ് 2.2 കിലോ വാട്ട് ബാറ്ററി പാക്ക്. അതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ഷോറും വില കൊച്ചിയിൽ വരുന്നത് 1,02,808 രൂപയാണ്. ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് IDC റേഞ്ച് 75 കിലോമീറ്ററാണ് കിട്ടുന്നത്. 75 km/h ടോപ്പ് സ്പീഡും 0 to 80% ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 2 മണിക്കൂർ 45 മിനിറ്റുമാണ്. ഇത് വരുന്ന 3 കളർ ഓപ്ഷൻസാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കാര്യമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. നമുക്ക് 10,000 രൂപ സബ്സിഡി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് ആഫ്റ്റർ സബ്സിഡി ഡിസ്കൗണ്ട് 5,000 കുറച്ച് ുള്ള റേറ്റ് ഞാൻ പറയുന്നത്. എക്സ്ഷോറും വില എന്ന് പറയുന്നത് 1,02,808 അടുത്തത് 3.4 കിലോ വാട്ട്. അത് ബേസ് വേരിയൻ്റെ സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 1,23,037 രൂപയാണ്. അത് സബ്സിഡി അമൗണ്ട് കുറച്ചുള്ള റേറ്റ് ഞാൻ പറയുന്നത്. ഈ വണ്ടിക്കകത്ത് നോക്കുകയാണെങ്കിൽ IDC റേഞ്ച് നമുക്ക് 100 കിലോമീറ്ററും ടോപ്പ് സ്പീഡ് 78 km/h 4 മണിക്കൂർ 30 മിനിറ്റാണ് 0 to 80% ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഈ വണ്ടി വരുന്നത് 4 കളർ ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ കാര്യമായ ഇൻക്രീസ് ആണ് പ്രൈസിൽ വന്നിട്ടുള്ളത്. അടുത്ത നമ്മൾ മിഡിൽ വേരിയൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ S വേരിയൻ്റ് ആണ്. ഇതിന് വന്നിട്ടുള്ള ബാറ്ററി പാക്ക് വന്നത് 3.4 കിലോ വാട്ട് തന്നെയാണ്. ഇതിൻ്റെ IDC റേഞ്ച് കമ്പനിക്ക് അവകാശപ്പെടുന്നത് 100 കിലോമീറ്ററും 78 km/h ടോപ്പ് സ്പീഡും 0 to 80% ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 4 മണിക്കൂർ 30 മിനിറ്റുമാണ്. ഈ വണ്ടി 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എക്സ്ഷോറും വില വരുന്നത് 1,35,314 രൂപയാണ്. അതായത് സബ്സിഡി റിഡക്ഷൻ ശേഷമുള്ള റേറ്റാണ് പറയുന്നത്. അടുത്ത നമ്മൾ ST വേരിയൻറ്റ് 3.4 കിലോ വാട്ട് ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ ഇത് IDC റേഞ്ച് കമ്പനി അവകാശപ്പെടുന്ന 100 കിലോമീറ്ററും 78 km/h ടോപ്പ് സ്പീഡും 0 to 80% ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 3 മണിക്കൂറാണ്. ഈ വണ്ടി 3 കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ഷോറും വില കൊച്ചിയിൽ വരുന്നത് 1,45,666 രൂപയാണ്. അതായത് സബ്സിഡി എമൗണ്ടായ 5,000 കുറച്ചിട്ടുള്ള റേറ്റാണ് ഞാൻ പറയുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് എൻഡ് വേരിയൻറ്റ്, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ST 5.1 കിലോ വാട്ടിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി വരുന്നത് 150 km/h ആണ് IDC റേഞ്ച് ക്ലെയിം ചെയ്യുന്നത്. 82 കിലോമീറ്റർ ടോപ്പ് സ്പീഡും 4 മണിക്കൂറും 18 മിനിറ്റ് എടുക്കും 0 to 80% ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. 3 കളർ ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ചേഞ്ച് വന്നിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് സബ്സിഡി പണ്ടും റിഡക്ഷൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും അതിന് റിഡക്ഷൻ ഇല്ല. അതിൻ്റെ എക്സ്ഷോറും വില എന്ന് പറയുന്നത് 1,59,569 രൂപയാണ്. അപ്പോൾ അതിൽ ചേഞ്ച് വന്നിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, 5.1 കിലോ വാട്ട് നമ്മൾ സബ്സിഡിയുടെ ഔട്ട് സൈഡിലാണ് വരുന്നത്, ലിമിറ്റിൻ്റെ ഔട്ട് സൈഡ് വരുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് സബ്സിഡി എമൗണ്ട് കിട്ടത്തില്ല, ഇപ്പോഴും സബ്സിഡി എമൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് പ്രൈസ്. അപ്പോൾ നിങ്ങൾ TVSന്റെ വെബ്സൈറ്റ് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. വെബ്സൈറ്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് സ്പെക്ക്, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബുക്കിംഗ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. TVSന്റെ വേരിയനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, കമ്പാരിസൺ വീഡിയോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും പറയുന്നില്ല, റിപ്പീറ്റ് ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ല കണ്ടാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കാണാതാക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതിയെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എന്താ TVSന്റെ ഭാഗത്ത് നിന്ന് പ്രൈസ് റിവിഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കമ്പനീസ് ഉടനെ തന്നെ പ്രൈസ് റിവൈസ് ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ലേറ്റസ്റ്റ് കൺഫേം ന്യൂസ് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അതിനൊപ്പം തന്നെ വേറെ കാര്യം പറയാനുള്ളത്, കുറച്ച് നാൾ മുന്നേ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് പ്രൈസസ് റിഡക്ഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ആക്ച്വലി പ്രൈസ് റിഡക്ഷൻ വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന 35 കമ്പോണൻറ്റിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. ഇമ്പോർട്ട്
ഡ്യൂട്ടി കുറയ്ക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സീറോ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സീറോ ഇമ്പോർട്ട് ഡ്യൂട്ടിയിലാണ് ബാറ്ററിയുടെ കമ്പോണൻസ് പുറത്ത് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി വണ്ടിയുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയും, വണ്ടിയുടെ എല്ലാം ബാറ്ററിയുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയും. അപ്പോൾ നാച്ചുറലി വണ്ടിയുടെ വില കുറയേണ്ടതാണ്. അപ്പോൾ ആ പ്രൈസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടും, അതായത് നമ്മുടെ ബയേഴ്സിന് കിട്ടുമോ എന്നുള്ളവരെ അറിയില്ല. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പ്രൈസ് റിഡക്ഷൻ വരുമെന്ന് പറയുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ സബ്സിഡിയും കുറച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വിളിക്കാൻ വീഡിയോ ചെയ്യാം. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രൈസ് റിഡക്ഷൻ ബെനിഫിറ്റ് എടുക്കുന്നത് കമ്പനികൾ മാത്രമാണ്, നമുക്ക് ബയേഴ്സിന് അത് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ തന്നെ ആവുമോ നമുക്ക് അറിയില്ല, ഇത് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാതെ വെച്ചാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.